കുട്ടികളിലെ നെഗറ്റീവ് ബിഹേവിയർ കാണുമ്പോൾ നമ്മൾ പാരൻസ് വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അതായത് ഇപ്പോൾ വാശി പിടിക്കുന്ന കുട്ടികൾ, ദേഷ്യം പിടിച്ച് കരയുന്ന കുട്ടികൾ, ഒരുപാട് ഇറിറ്റേഷൻസും ഫ്രസ്ട്രേഷൻസും ആങ്കർ ഇഷ്യൂസും ഒക്കെ കുട്ടികൾ കാണിക്കുമ്പോൾ നോണയൊക്കെ പറഞ്ഞ് അനുസരണക്കേടൊക്കെ ആയിക്കഴിഞ്ഞാൽ പാരൻസ് ആകെ ഇങ്ങോട്ട് സ്വന്തത്തിനെ ചിലപ്പോൾ ഒരുപാട് കുറ്റപ്പെടുത്തും. ഞാൻ എന്തൊരു മോശം പാരൻ്റാ, ഇങ്ങനത്തെ ഒരു തോന്നൽ ചിലപ്പോൾ വരും. അല്ലെങ്കിൽ പിന്നെ ഈ ചെയ്യണ കുട്ടീനെ നമുക്ക് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ചീത്തയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ചിങ്ങനെ ഭയങ്കര കുറ്റപ്പെടുത്തൽ സ്ഥാനത്തിലേക്ക് പോകും. ഇത് രണ്ടും പക്ഷെ ഒരു സൊല്യൂഷനിലേക്കുള്ള വഴിയല്ലല്ലോ. ഒരു ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ പെരുമാറ്റം വന്നു എന്നാദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ബിഹേവിയറിനെ ഇമിറ്റേറ്റ് ചെയ്യണതാവും. അപ്പോൾ നമുക്ക് ആ ഇമിറ്റേറ്റ് ചെയ്യണ സോഴ്സ് കണ്ടെത്തി അത് ഒഴിവാക്കാൻ കുട്ടീനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഇനി അതല്ല, മോഡൽ ചെയ്യാൻ നല്ലൊരാളെ, നല്ലൊരു ബിഹേവിയർ കാണാത്ത ഇഷ്യൂ കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാരൻസിന് തന്നെ നല്ല നല്ല പെരുമാറ്റങ്ങൾ കുട്ടികൾക്ക് മോഡൽ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. ഇനി ഇത് രണ്ടുമല്ല, വല്ലാണ്ട് അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചീത്ത പെരുമാറ്റങ്ങൾ കാണിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഒന്ന് സ്വിച്ച് ചെയ്തിട്ട് കുട്ടീൻ്റെ നല്ല പെരുമാറ്റങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അതിനൊന്ന് റിവാർഡ് ചെയ്ത് കുട്ടീനെ ഇങ്ങനെ ഒരു രസമായിട്ട് കൊണ്ടുവന്നാൽ ആ ചീത്ത ബിഹേവിയർ തീരെ ശ്രദ്ധ കിട്ടണ്ടായി അവോയ്ഡ് ചെയ്യുകയാണെന്ന് മനസ്സിലാവുമ്പോൾ അവരെന്ത് ചെയ്യും, അത് താനേ ഒഴിവാക്കി കളയും.